ചെറുതുരുത്തിയുടെ ഹൃദയഭാഗമായ പൈങ്കുളം ചേലക്കര റോഡിൽ ഫുട്പാത്തിലെ തകർന്ന സ്ലാബിൽ കാൽനട യാത്രക്കാരന്റെ കാൽ കുടുങ്ങി പരിക്ക്. പോസ്റ്റ് ഓഫീസിന് സമീപം മാസങ്ങളായി തകർന്നു കിടക്കുന്ന ഓടയുടെ സ്ലാബിലാണ് യാത്രക്കാരൻ അപകടത്തിൽപ്പെട്ടത്. ഉടൻ തന്നെ സമീപത്തെ വ്യാപാരികളും നാട്ടുകാരും ചേർന്നാണ് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചത്. മാസങ്ങളായി ഈ ഭാഗത്തെ അഴുക്കുവെള്ളം ഒഴുകിപ്പോകുന്ന ഓടയുടെ കോൺക്രീറ്റ് സ്ലാബ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. ഇതിനെതിരെ വ്യാപാരികളും നാട്ടുകാരും ചേർന്ന് ഗ്രാമപഞ്ചായത്തിലും പൊതുമരാമത്ത് നിരത്ത് വിഭാഗം ഉദ്യോഗസ്ഥർക്കും പലതവണ രേഖാമൂലം പരാതി നൽകിയിരുന്നുവെങ്കിലും യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ഇത്തരമൊരു അപകടം ഉണ്ടാകുന്നത് ഇതാദ്യമല്ലെന്നും ഇതിനു മുമ്പും സമാനമായ രീതിയിൽ മറ്റൊരു യാത്രക്കാരന്റെ കാൽ ഇതേ കുഴിയിൽ അകപ്പെട്ടിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ദിനംപ്രതി നൂറുകണക്കിന് ആളുകളാണ് ബസ് കയറുന്നതിനായി ഈ അപകട മേഖലയിൽ വന്നു നിൽക്കാറുള്ളത്. തൊട്ടടുത്തുള്ള കടയുടെ മുന്നിലെ സ്ലാബും ഇതേ രീതിയിൽ തകർന്നു കിടക്കുകയാണ്. കടക്കാർ താൽക്കാലികമായി മറ്റൊരു പൊട്ടിയ സ്ലാബ് എടുത്തു വെച്ചാണ് അപകടം തടയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതേപോലെ മിഞ്ഞാന്ന് ഇതേപോലെ ഇവിടെ ഈ റോഡിൽ ഒരാൾ വന്ന് അതിൽ വീണു. അങ്ങനെ അയാൾക്ക് കുറച്ച് പരിക്കുകളെല്ലാം പറ്റി. അയാൾ എവിടെ ഉള്ള ആളാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സംഭവം കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിന് അധികൃതർ അതിന് ഒരു ഇത് കാണണം എന്ന് നമ്മൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. സ്ലാബുകൾ തകർന്നതോടെ അഴുക്കുവെള്ളം ശരിയായി ഒഴുകിപ്പോകാതെ ഈ ഭാഗത്ത് കെട്ടിക്കിടന്ന് അതിരൂക്ഷമായ ദുർഗന്ധമാണ് വമിക്കുന്നത്. നിലവിൽ മഴക്കാലം ആരംഭിച്ചതോടെ ഓടയിലെ മലിനജലം പുറത്തേക്ക് തള്ളി റോഡിലൂടെയാണ് ഒഴുകുന്നത്. ഇത് കടയിലെത്തുന്നവർക്കും ബസ് കാത്തു നിൽക്കുന്നവർക്കും മാരകമായ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുവാൻ കാരണമാകുമെന്ന ഭീതിയിലാണ് ജനങ്ങൾ. അടിയന്തരമായി തകർന്ന സ്ലാബുകൾ മാറ്റി സ്ഥാപിക്കാനും മലിനജലം സുഗമമായി ഒഴുകിപ്പോകാനുള്ള നടപടികൾ സ്വീകരിക്കുവാനും അധികൃതർ തയ്യാറാകണമെന്ന് വ്യാപാരിയായ കണ്ണൻ ആവശ്യപ്പെട്ടു. You are watching VCV News.